വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ സാധാരണ കിച്ചൺ ടോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഈ ചില ആളുകൾ ചോദിക്കുക അത് ഡബിൾ തിക്നെസ് വെക്കണോ, അത് ഡബിൾ ആയിട്ട് ഒട്ടിക്കണോ, അതല്ലെങ്കിൽ 45 അടിച്ച് വെക്കണോ, അതല്ലെങ്കിൽ ബോംബെ കട്ടിങ് ചെയ്ത് വെക്കണോ എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോംബെ കട്ടിങ് എന്നാണ് ഇതിനെ പറയാം. ഈ ഒരു കിച്ചണിന്റെ കണ്ടറിയാം, ഇതിന്റെ ജോയിന്റ് എവിടെയാണെന്ന് ഇതിനെ കാണാൻ പറ്റില്ല. ഇതിപ്പോ ഏകദേശം 30-35 mm 40 താഴെയായിട്ടുള്ള അതിന്റെ ഇത് കനം ഉണ്ടാവുന്നത്. ഇതിന് നമ്മൾ ഇതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിലാണ് ഇതിന്റെ ജോയിന്റും കാര്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ജോയിന്റ് കാണാനും പറ്റില്ല. ഫുൾ ബോഡി ടൈലുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ജോയിന്റ് കാണൂല, എന്നാൽ നമുക്ക് ഭയങ്കര തിക്നെസ്സിൽ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വർക്കാണ് ഇതിനെ ബോംബെ കട്ടിങ് എന്നാണ് പറയാ. ചിലരത് 45 അടിച്ച് ചെയ്യണവരുണ്ട്, അങ്ങനെ ചെയ്താലുണ്ടോ. പക്ഷെ അതിനേക്കാൾ സ്ട്രെങ്ത് കൂടുതൽ ഈ ഒരു ബോംബെ കട്ടിങ് ആണ്. ഇതിനെ നമ്മൾ നമ്മുടെ ഗ്രാനൈറ്റിന്റെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇത് മൊട്ടിക്കുക ചെയ്യണേ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ മറ്റേ ഗ്രാനൈറ്റിന്റെ പീസ് ഇതിൽ കട്ട് ചെയ്യും. അതിനുശേഷം ഇങ്ങനെ ടാപ്പർ അടിച്ച് പോളിഷ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു സ്റ്റൈലിലുള്ള ലുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ 40 50 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പിന്നെ 45 അടിക്കണം. 45 എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു ഡിസൈനിനെ നമ്മൾ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യും. ഇതിന് നമ്മൾ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഈ ഇതിന്റെ മുകളിലത്തെ ഭാഗത്തിന് 45 ചെരിച്ച് കട്ട് ചെയ്യും, അടിയിലത്തെ ഭാഗത്തിന് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കും. അപ്പോഴും ഇതുപോലെ തന്നെയുള്ള ഫ്രണ്ട് ഫേസ് നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മൾ പഴയ മോഡലാണ്. ഈ ബോംബെ കട്ടിങ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡല്, ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതിന്റെ ജോയിന്റ് കാര്യങ്ങൾ കാണൂല. നമുക്ക് ഫുൾ ബോഡി ടൈലിന് ബെറ്റർ അതായിരിക്കും, കാണാനും നല്ല ലുക്കായിരിക്കും. ജോയിന്റുകൾ കാര്യങ്ങളൊക്കെ ജോയിന്റ് ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യും.